എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുകയാണല്ലോ അല്ലെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി കറങ്ങാൻ പോവാ ഗൈസ്. ഒരു ട്രിപ്പ് പോയാലോ? ട്രിപ്പ് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഇറ്റ്സ് കൈൻഡ് ഓഫ് എ തീർത്ഥാടന യാത്ര. ആൻഡ് ഓൾസോ എന്നെ സംസാരിക്കുമ്പോൾ എന്റെ പല്ലില് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഐ എം ഹെൽപ്ലെസ്. നമ്മൾ കമ്പി എടുക്കാറാകുമ്പോൾ ലാസ്റ്റ് ചെയ്യുന്ന കുറച്ച് പരിപാടികളുണ്ട്. അപ്പം അതിൽ ഉള്ള ഒരു പരിപാടിയാണ്. അപ്പൊ ഞാൻ എങ്ങോട്ടാ യാത്ര പോകുന്നതെന്ന് വെച്ചാൽ, കുറെ നാളായിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നു ഇങ്ങനെ പോകണമെന്നുള്ളത്. ആൻഡ് ഫൈനലി ഇന്ന് പോവാണ് ഗൈസ്. പാക്കിംഗ് ആക്ച്വലി എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്. സോ ഈ 2 ബാഗിലായിട്ടാണ് ഞാൻ എൻ്റെ തിങ്സ് കൊണ്ടുപോകുന്നത്. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? വേളാങ്കണ്ണിക്ക്. നമ്മൾ എങ്ങനെയാ പോകുന്നത്? ട്രെയിനിന്. നമ്മൾ ആരൊക്കെയാ പോകുന്നത്? ഞാനും എൻ്റെ ആൾക്കാരും എന്ന് പറയുന്ന പോലെ ഞാനും എൻ്റെ വീട്ടുകാരും, പിന്നെ എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് റോഷൻ. ചില ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലി പോലെ ആവുമെന്ന് പറയത്തില്ലേ, സോ റോഷൻ ഞങ്ങൾക്ക് അങ്ങനെയാണ്. പിന്നെ ഒരു ട്രെയിൻ യാത്ര എന്ന് പറയുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എന്തെങ്കിലും മേടിക്കണം എന്നാണല്ലോ ഒരു കീഴ്വഴക്കം. ഞാനായിട്ടത് തെറ്റിക്കുന്നില്ല. വരൂ, നമുക്കിനി കുറച്ച് പച്ചപ്പ് കാണാം. ഈ വീഡിയോയിൽ നിങ്ങൾക്കിത് ചിലപ്പോൾ ആസ്വാദ്യകരമാകണമെന്നില്ല. ഓ മൈ ഗോഡ്, എന്തൊക്കെ മലയാളങ്ങളാണ് ഞാൻ പറയുന്നത് നോക്കൂ. എന്ത് ഒരു ഇൻട്രോവേർട്ടിന്റെ ഹോം അല്ലേ കാണുന്നത്? ഞാൻ കണ്ടു, അപ്പൊ നിങ്ങളെയും കൂടെ കാണിക്കണം. അതാണ് ഈ വീഡിയോസിന്റെ ഒക്കെ ഉദ്ദേശം. സത്യത്തിൽ ഞാനിന്ന് ഉറങ്ങി എണീറ്റപ്പോ ഇതേ സമയം അടുത്ത ദിവസം 4:30 നമ്മൾ നാഗപട്ടണത്ത് എത്തിയിരിക്കുന്നു. ഇനി ഒരു 1 അവറും കൂടെ ഉള്ളൂ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട്. യെസ്, 5:30 ആയപ്പോ വി റീച്ച്ഡ്. അപ്പൊ സുഹൃത്തുക്കളെ, ലെറ്റ്സ് ഗോ ബാക്ക്. അതായത് 13th ജൂലൈ നെയ്യാറ്റിൻകരയിൽ നിന്ന് കൊല്ലത്തേക്ക് ട്രെയിനിൽ വരുമ്പോഴും അവിടെ എത്തിയ ശേഷവും അവിടുന്ന് വേളാങ്കണ്ണിക്കുള്ള ട്രെയിനിൽ പോകുമ്പോഴും ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. വായിച്ചു തുടങ്ങിയ പിന്നെ താഴെ വെക്കാൻ പറ്റാത്തൊരു ബുക്കായിരുന്നു ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. അതിനെപ്പറ്റി ആക്ച്വലി ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഫോർ നൗ നമുക്ക് തിരിച്ച് വേളാങ്കണ്ണിക്ക് തന്നെ പോവാം. സോ അവിടെ എത്തിയ ശേഷം പള്ളിയുടെ അടുത്തൊരു റൂം എടുത്ത് ഫ്രഷ് ആയി നമ്മൾ പോവുകയാണ് ഗൈസ്. എന്തിന്? ആദ്യമായി കാണുന്ന പോലെ പള്ളി ഒന്ന് ചുറ്റി നടന്ന് കാണാൻ. ലാസ്റ്റ് ടൈം ഞാനിവിടെ വന്നത് 2 or 3 years ബാക്ക് ആണെന്ന് തോന്നുന്നു. ഒരു 4 to 5 times ഞാനിവിടെ വന്നിട്ടുണ്ട്, അത് വേറെ കാര്യം. ഞാൻ ഓരോ തവണ വരുമ്പോഴും പുതിയ പുതിയ ബിൽഡിങ്സ് കാണാം. സോ ഇത്തവണയും ലോട്ട്സ് ഓഫ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു കാണാൻ. അതുപോലെ തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഫോർ മീ, ഐ മീൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ഈ പള്ളിയിലോട്ടൊക്കെ അല്ലെങ്കിൽ അമ്പലങ്ങളിലോട്ടൊക്കെ പോകുന്നത് ഒരു പീസ് ഓഫ് മൈൻഡിന് വേണ്ടിയിട്ടാണല്ലോ. എന്റെ ഈസിലി ഡിസ്ട്രാക്റ്റഡ് മൈൻഡ് ആണെങ്കിൽ പ്രാർത്ഥിക്കുന്നത് ഒഴിച്ച് ബാക്കിയെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാരുള്ളത് കൊണ്ട് ഞാൻ എല്ലാവരെയും അങ്ങ് നോക്കിയിരുന്നു. ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ആക്ച്വലി ഈ ഒരു ചാപ്പൽ കണ്ടിട്ടില്ലായിരുന്നു. ഇതിപ്പോ പണിതതാണോ അതോ ഞാൻ മുന്നേ കാണാത്തതാണോ എന്നറിയില്ല. എനിവേ ഗൈസ്, ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഈ ഫാൻ ഉണ്ടല്ലോ ട്രിവാൻഡ്രത്ത് നമ്മുടെ വെട്ടുകാട് ചർച്ചിലും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാറ്റില്ല എന്നൊന്നും വിചാരിക്കരുത്, നല്ല കാറ്റാണ്. ഇത് ഞാൻ ഇവിടുന്ന് മേടിച്ചെന്റെ പുത്തൻ കൊന്തയാണ് എന്ന് പറയുന്നില്ല. കാര്യം ഇതെന്റെ പഴയ കൊന്ത തന്നെയാണ്. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നത്. സുഹൃത്തുക്കളെ, സിൻസ് എനിക്ക് അനുഗ്രഹം കിട്ടിയത് കൊണ്ട് നിങ്ങൾക്കും ഞാൻ മേടിച്ചു തരും. അതിൽ വേറെ അപ്പീലില്ല. ഇതിന് കാപ്പി കുടിക്കാൻ പോയപ്പോൾ കുടിച്ച കോഫി അമേസിങ്, ട്രൂലി അമേസിങ് ആയിരുന്നു. യുനോ കുഞ്ഞുങ്ങളെ, ഒടുക്കത്തെ വെയിലായിരുന്നു. രാവിലെ ഒരു 8 മണി വരെ നമുക്ക് ഒരു വിധത്തിൽ നടക്കാം. ദെൻ കുട മസ്റ്റാണ്. എൻ്റെ കൂടെ ഇല്ലായിരുന്നു. അല്ലെങ്കിലും ആവശ്യമുള്ള സാധനം ഞാൻ അലമാരിയിൽ പൂട്ടി വെക്കുമല്ലോ, എന്നിട്ട് പാട്ടും പാടി പോവുമല്ലോ എങ്ങോട്ടെങ്കിലും. എനിവേ, റോഷൻ ഫൗണ്ട് ദിസ് തിങ്. അവനും അറിയില്ല, എനിക്കും അറിയില്ല ഇതെന്താണെന്ന്. എന്തായാലും റിസർച്ചിന്റെ ഭാഗമായി ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മരം നിങ്ങൾ കണ്ടോളൂ. ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ വെയിലാണെന്ന്. സോ ഞാൻ ഓരോ മരത്തണലും നോക്കി നടക്കുമായിരുന്നു. അങ്ങനെ കണ്ടൊരു മരത്തിന്റെ താഴെ ഇരുന്ന് മുകളിലേക്ക് നോക്കിയപ്പോ കണ്ട കാഴ്ച മനോഹരം. സൂര്യന്റെ ഒടുക്കത്തെ അറ്റാക്ക് കാരണം ജാക്കറ്റ് ഇടാനും തൊപ്പി വെക്കാനും ഞാൻ നിർബന്ധിതയായിരിക്കുകയാണ്. ആ വേദനയിൽ നടന്നു വന്ന് ഞാൻ കാണുന്നത് അന്നൈ ബുക്ക് സെന്റർ. ബുക്ക് എന്ന് കേട്ടപ്പോൾ ഞാൻ ഓർത്തു, ഇനി ഇവിടെ ഒന്ന് കറങ്ങിയിട്ട് തന്നെ കാര്യം. ഒരു പള്ളി കോമ്പൗണ്ടിനകത്ത് കണ്ട ബുക്ക് ഷോപ്പ് ആയതുകൊണ്ട് തന്നെ അവിടെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളെ കാണും. വായിച്ചാൽ നന്നായി പോകുന്ന ലോട്ട്സ് ഓഫ് ബുക്സ് അവിടെ ഉണ്ടായിരുന്നു. ഞാനതിൽ മലയാളം ബൈബിൾ കണ്ടുപിടിച്ചു. കാര്യം അവിടെ ഓൾമോസ്റ്റ് സാധനങ്ങളും തമിഴിലായിരുന്നു. ദെൻ വീണ്ടും നടന്നു വരുമ്പോഴാണ് ഞാൻ കണ്ടുമുട്ടിയത് ദേ ഈ സിപ്പപ്പ് വിൽക്കുന്ന ഒരു ചേട്ടനെ. പിന്നെ ഞാൻ പല ഫ്ലേവേഴ്സ് അങ്ങ് ട്രൈ ചെയ്തു. ഇറ്റ് വാസ് സോ ടേസ്റ്റി. കണ്ടോ, കുഞ്ഞു മിനിയേച്ചർ പാത്രങ്ങൾ കണ്ടോ? എന്തായാലും ഞാനത് മേടിച്ചില്ല. എനിവേ, കറക്കം കഴിഞ്ഞ് നമ്മൾ പോയി ഫുഡും കഴിച്ച് തിരിച്ച് റൂമിൽ വന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് ഫ്രഷായി തിരികെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. സ്റ്റേഷനിൽ വന്നപ്പോൾ തന്നെ ദാ ട്രെയിൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇരുന്ന സീറ്റിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ഇതാണ് കാഴ്ച. അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളുണ്ടോ?
ഇല്ലല്ലേ? സോ നമ്മൾ വന്ന പോലെ തിരികെ പോവുകയാണ് ഗൈസ്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് വി റീച്ച്ഡ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്നടുത്ത് നെയ്യാറ്റിൻകരയിലേക്കുള്ള ട്രെയിനിന് കുറച്ചധികം സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതുപോട്ടെ, നമ്മൾ ട്യൂസ്ഡേയ്സ് വിത്ത് മോരി വായിച്ചു തീർന്ന സ്ഥിതിക്ക് വാട്ട്സ് നെക്സ്റ്റ്? ബാല്യകാല സ്മരണകൾ ബൈ മാധവിക്കുട്ടി. ഇത് ഞാൻ ട്രെയിനിൽ നിന്ന് മേടിച്ചതാട്ടോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, അടുത്ത് വരുന്ന വീഡിയോയിൽ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന ഒരു തെറ്റുണ്ട്. അതായത് ട്യൂസ്ഡേയ്സ് വിത്ത് മോരി എന്നതിന് പകരം ട്യൂസ്ഡേയ്സ് വിത്ത് മോരീസ് എന്നാണ് ഞാൻ പറയുന്നത്. കൈൻഡ്ലി എന്നോട് ക്ഷമിക്കില്ലേ? വെൽക്കം ബാക്ക് മൈ ഡിയർ പീപ്പിൾസ്. ആക്ച്വലി വീഡിയോയിൽ എൻ്റെ ഈ ഇത് കാണുമ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നുന്നു. അപ്പൊ നിങ്ങൾക്കും എന്തായാലും എന്തോ പോലെ തോന്നുമായിരിക്കും. സോറി ഗൈസ്. എപ്പോഴും എന്നോട് ഇത് ഇട്ടേക്കാനാണ് എന്റെ ഡോക്ടർ പറഞ്ഞത്. നീ വാ തുറന്ന് എന്തെങ്കിലും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇട്ടിട്ടേ നീ സംസാരിക്കാൻ പാടുള്ളൂ. പക്ഷെ കഴിക്കുന്ന സമയത്ത് വരാം കേട്ടോ. സോ ഞാൻ എന്റെ യാത്രയൊക്കെ കഴിഞ്ഞ് ഇന്നലെ 15-ാം തീയതി വീട്ടിൽ വന്നു. ഒരു 2 o'clock ഒക്കെ ആയപ്പോഴേക്കും വീട്ടിലെത്തി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു എന്തോ കാര്യത്തിൽ. അത് കാരണം ഞാനിങ്ങനെ ഓൾറെഡി വൃത്തിയായിരുന്ന സാധനങ്ങളൊക്കെ ഒന്നും കൂടെ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ട് കുളിച്ചു കടന്ന് ഉറങ്ങി. എന്നിട്ട് ഇന്നിപ്പോ 16th എന്നാണ് എനിക്ക് എന്നിട്ട് ഫൈനലി വീഡിയോ എടുക്കാൻ എനിക്കൊരു മൂഡ് വന്നത്. ആലോചിച്ച് നോക്കിയേ. സോ ട്രിപ്പൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടല്ലോ ഈ മുന്നേ ഒക്കെ വേളാങ്കണ്ണി പോകുമ്പോൾ ഞങ്ങള് മുന്നേ പോകുമ്പോൾ ചെന്നൈയില് പോയിട്ട് അവിടെയാണ് എന്റെ അങ്കിള് താമസിക്കുന്നത്. അങ്കിള് സെറ്റിൽഡ് ആണ് അവിടെ. അപ്പൊ അങ്കിളിന്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് പോവായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം അങ്ങനെയല്ല പോയത്. ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയി. കാര്യം എന്താ, ഡയറക്റ്റ് ആയിട്ട് എറണാകുളം ടു വേളാങ്കണ്ണിക്ക് ട്രെയിൻ ഉണ്ട്. പക്ഷെ അത് ട്രിവാൻഡ്രം സെൻട്രലിൽ വരത്തില്ല. നമ്മൾ ഇങ്ങോട്ടൊക്കെ ഉള്ളവർക്ക് കൊല്ലത്ത് പോയി കയറണം. എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം അത് കഴിഞ്ഞിട്ടുള്ളവർക്ക്. ഞങ്ങളിപ്പോ നെയ്യാറ്റിൻകരയാണല്ലോ. അപ്പൊ നമ്മൾ എന്തോ എടുത്തെന്ന് വെച്ചാൽ നെയ്യാറ്റിൻകര പോയിട്ട് അവിടെ നിന്ന് നേരെ കൊല്ലത്ത് നിന്ന് വേളാങ്കണ്ണി ട്രെയിനിൽ കയറി ജസ്റ്റ് കയറി അവിടെ പോയി. എവിടെ വേളാങ്കണ്ണിക്ക്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു അതേപോലെ തന്നെയായിരുന്നു. കൊല്ലത്തുനിന്ന് പിന്നെ വേറെ ട്രെയിൻ കയറി നെയ്യാറ്റിൻകര വന്നു. ഇതായിരുന്നു നമ്മുടെ ഒരു പരിപാടി. നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ അലച്ചിലൊന്നും ഇല്ലായിരുന്നു. ഡയറക്റ്റ് ആയിട്ട് പോയി വന്നു. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് പോയതിനെ കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് കൺഫേംഡ് ടിക്കറ്റ്സ് ആയി. പിന്നെ നമ്മൾ ഈ ട്രെയിനിൽ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയാണ്. തെന്മല ആ ഒരു റൂട്ടൊക്കെയാണ് പോകുന്നത്. അതിനകത്തൊരു സ്ഥലം ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. ആവണീശ്വരം അങ്ങനെ എന്താണ്ട് ഒരു പേരുള്ളൊരു സ്ഥലം. അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിൻ ഇങ്ങനെ നിർത്തിയപ്പോണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ചുറ്റും നോക്കുമായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ ആ ഒരു ട്രെയിൻ. എന്താ പച്ചപ്പ് ഹരിതാപം അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതേപോലെയുള്ള കുറെ സ്ഥലങ്ങൾ നമുക്ക് കണ്ട് പോവാം. വൈകുന്നേരം 4:40 എന്തോ ആയിരുന്നു കൊല്ലത്തുനിന്ന് നമുക്ക് ട്രെയിൻ. പിന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ബുക്ക് വായിക്കുമായിരുന്നു. ബട്ട് സ്റ്റിൽ പ്രകൃതിയെ ആസ്വദിക്കാനും ഞാൻ മറന്നില്ല. ഇടയ്ക്ക് ഞാനിങ്ങനെ ബുക്ക് അടിച്ച് വെച്ചിട്ട് പുറത്തോട്ട് നോക്കുമ്പോൾ നല്ല സ്ഥലം. അപ്പൊ ഞാനിങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. അതാണ് നിങ്ങൾ കണ്ടത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ മറന്നു പോകും. കാര്യം ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ തന്നെ ആകുമ്പോൾ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കത്തില്ലല്ലോ. പിന്നെ ഞാൻ ആക്ച്വലി ഒരു 1 or 2 വീഡിയോസ് ഒക്കെ എടുത്തിട്ടുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ കണ്ട വീഡിയോസ് ഒക്കെ മോസ്റ്റ്ലി റോഷൻ എടുത്തതാണ്. ആൻഡ് അബൌട്ട് ദ ബുക്ക് ട്യൂസ്ഡേയ്സ് വിത്ത് മോറീസ് ബൈ ആരായിരുന്നു? മിച്ച് ആൽബം 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 BOM ആൽബം അങ്ങനെയായിരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത്. യാ, നൈസ് ബുക്ക്. നമ്മൾ ഈ സെൽഫ് ഹെൽപ്പ് ബുക്കൊക്കെ വായിക്കുമ്പോൾ സെൽഫ് ഹെൽപ്പ് ബുക്കാണ് വായിക്കുന്നത് എന്ന കാര്യം തന്നെ മറന്നു പോയിട്ട് ഭയങ്കരത്തിൽ എൻജോയ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ബുക്ക് ഉണ്ടല്ലോ. അങ്ങനത്തെ ബുക്സ് ചുരുക്കം ഉള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനത്തെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ബുക്കാണ് ട്യൂസ്ഡേയ്സ് വിത്ത് മോറി. ഇറ്റ്സ് സോ ഗുഡ്. നമ്മൾ നമ്മുടെ ലൈഫിന് ഒരു ട്രൂ ആയിട്ടുള്ള ഒരു രീതിയിൽ എൻജോയ് ചെയ്യാൻ മറന്നിട്ട് നമ്മൾ എത്ര സക്സസ്ഫുൾ ആയി എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളൊരു സാധനം, ഒരു ഐഡിയ നമുക്ക് ഈ ബുക്ക് തരും. അതേപോലെ തന്നെ ദ വേ വി സീ ദ വേൾഡ് ഓർ ദ വേ വി സീ അവർ ലൈഫ്, അത് ചേഞ്ച് ചെയ്യാനും ഈ ഒരു ബുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഞാനാണെങ്കിൽ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ലിറ്റിൽ ലൈഫ് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ദാറ്റ്സ് നോട്ട് എവറി വൺസ് കപ്പ് ഓഫ് ടീ. സോ ഞാൻ അത് അങ്ങനെ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യത്തില്ല. ബട്ട് ദിസ് വൺ, ഇത് എല്ലാവരും വായിക്കണമെന്ന് ഞാൻ പറയും. ആക്ച്വലി എനിക്ക് തോന്നുന്നു ആമസോൺ ഓർ മീഷോ, ഫ്ലിപ്കാർട്ട് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെ ഇത് അവൈലബിൾ ആയിരിക്കും. മേ ബി ഒരു 200 ഓർ ഒരു 300. നിങ്ങൾ ഈ ഒരു ബുക്കിന് വേണ്ടി ചെലവാക്കുന്ന ഒരു പൈസയും ലൈക്ക് അത് വേസ്റ്റ് ആയി പോകത്തില്ല. ഇറ്റ്സ് വർത്ത് ഇറ്റ് ഗൈസ്. പിന്നെ എൻ്റെ ഓവറോൾ ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു. എൻജോയ് ചെയ്തു. ഞാൻ ഒരുപാട്
സിപ്പപ്പൊക്കെ കുടിച്ചു. അത് നമ്മുടെ അത് കൈൻഡ് ഓഫ് ഒരു ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പം നാട്ടിൽ നിന്ന് അങ്ങനെ ഞാൻ മേടിച്ച് കുടിക്കാറൊന്നുമില്ല. അവിടെ പോയി കണ്ടപ്പോൾ പിന്നെ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ 3-4 കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ ആ സിപ്പപ്പ് ആ ഒരു സാധനം വിൽക്കുന്ന അങ്കിൾ ഇങ്ങനെ എന്റെ അടുത്തൂടെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോണ്ടല്ലോ, ഞാൻ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ വീട്ടുകാരെല്ലാം എന്നെ കണ്ണുരുട്ടി കാണിക്കാൻ തുടങ്ങി. അതുകൊണ്ട് പിന്നെ ഞാൻ നിർത്തി. ഐ മീൻ ഉപേക്ഷിച്ചു അത് ഇനി സിപ്പപ്പ് കുടിക്കുക എന്നുള്ളത്. യാ, അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഐ ഡോണ്ട് നോ ഇഫ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ് ഓർ നോട്ട്, ബട്ട് ഐ എൻജോയ്ഡ്. സോ യാ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ആൻഡ് ഗൈസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സ്റ്റേസ് വിത്ത് മോറീസ്. ആൻഡ് ഓൾസോ ഞാൻ വേറെ ബുക്ക് മേടിച്ചായിരുന്നു കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞായിരുന്നല്ലോ, മാധവിക്കുട്ടിയുടെ ബാല്യകാല സ്മരണകൾ. നല്ല ബുക്കാ. ഞാൻ ഓൾമോസ്റ്റ് ഒരു 36 പേജസ് വായിച്ചു. ഇത് രണ്ടും തന്നെയാണ് ഞാൻ എനിക്കായിട്ട് മേടിച്ചത്. ആക്ച്വലി ഞാൻ എന്റെ ലൈറ്റ് മാറ്റിയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ കംഫർട്ടബിൾ. ഈ റിംഗ് ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രശ്നമല്ല, ഇനി എനിക്ക് ആ വെട്ടം അടിക്കുമ്പോൾ ഭയങ്കരത്തിൽ തലവേദന വരും. ഇതാകുമ്പോൾ ഒരു മൈൽഡ് വെട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. ബട്ട് നിങ്ങൾ എന്താ പ്രിഫർ ചെയ്യുന്നത് എന്തായാലും അറിയൂ. ഓക്കെ ഗൈസ്, ഹാവ് എ ഗുഡ് ഡേ ഓർ ഹാവ് എ ഗുഡ് നൈറ്റ്. Bye bye guys.